ഭീമയുടെ പെണ്ണായാൽ പൊന്നു വേണം. പെണ്ണായാൽ പൊന്നു വേണം, പൊന്നും കുടമായി വേണം. പെണ്ണായാൽ പൊന്നു വേണം, പൊന്നും കുടമായിടേണം. ഈ പരസ്യത്തിന്റെ ഡയറക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിപ്പോ എവിടെയും മദ്രാസിൽ എവിടെയാണ്? മദ്രാസിൽ ഇന്ന സ്ഥലത്ത് നിൽക്കുകയാണ്. നമുക്ക് അന്നും മൊബൈലൊന്നും ഇല്ല. എന്നാൽ നിങ്ങൾക്ക് എന്നാ ഇങ്ങോട്ട് പോരണത് പറഞ്ഞു. ഞങ്ങൾ നാളെ കാലത്ത് ഇങ്ങോട്ട് പോരും, നാളെ വൈകുന്നേരം ഇങ്ങോട്ട് പോരും. എന്നാ പോകല്ലേ, ഒരു പരസ്യം ചെയ്യണം. അപ്പൊ എന്ത് പരസ്യം? അപ്പൊ ഭീമയുടെ പരസ്യമാണ്. അപ്പൊ ചെയ്യാന്നായി. അപ്പൊ അതിന് ലിറിക്ക് ആർക്കേതാമരം തന്നെ. അന്ന് ഇതുപോലെ നമുക്ക് മൊബൈലില് എടുക്കാൻ വാട്സാപ്പും കാര്യങ്ങളും അങ്ങനെ ഒന്നും ഇല്ല. അപ്പൊ ആർക്കെ ദാമോദരനെ കൊണ്ട് വിളിപ്പിച്ചിട്ട് അത് നിങ്ങൾ എഴുതിയെടുക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എഴുതിയെടുത്തപ്പോ കിട്ടിയ ലിറിക്കാണ് പെണ്ണായാൽ പൊന്നു വേണം, പൊന്നും കുടമായിടേണം. എന്ത് മനോഹരമായ ലിറിക്കാണ്. അപ്പൊ അത് എഴുതി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം. അപ്പൊ പിറ്റേ ദിവസമാണ് റെക്കോർഡിങ്. ഇളയരാജയുടെ എനിക്ക് ഏതോ ഒരു ഡയറക്ടർ അല്ല, അസിസ്റ്റന്റ് മ്യൂസിക് ഡയറക്ടർ, കീബോർഡ്, മറ്റവരെല്ലാവരും ഇളയരാജ ആൾക്കാരാ. അപ്പൊ അങ്ങനെ ഒരു സ്റ്റുഡിയോയിൽ വന്നുവെച്ചാൽ മതി. ശ്രീരാം എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, ഡയറക്ടർ ശ്രീരാം, വലിയ പേരുള്ള. അപ്പൊ അദ്ദേഹമാണ് ഡയറക്ടർ. അപ്പൊ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. ഉണ്ണിമേനാണ് പാടുന്നത്. അങ്ങനെ ഞങ്ങൾ ട്യൂൺ ചെയ്ത് ഒരെണ്ണം ഈ താളത്തിൽ 6/8 എന്ന് പറയില്ലേ, അത് നല്ല പാട്ടായിരുന്നു. പിന്നെ ഞങ്ങളെപ്പോഴും 2-3 ട്യൂൺ ഇട്ട് കൊടുക്കുമല്ലേ. അപ്പൊ അങ്ങനെ ഇട്ട പാട്ടാണ് പെണ്ണായാൽ പൊന്നു വേണം, പൊന്നും കുടമായിടേണം, പത്തരമാറ്റവൾ കേകാൻ ഭീമതൻ സ്വർണം ചാർത്തിടേണം, ഭീമതൻ സ്വർണം ചാർത്തിടേണം. അതൊക്കെ ടകടകേന്ന് ഇങ്ങനെ വന്നു. അത് കേൾപ്പിച്ചു കൊടുത്തപ്പോ തന്നെ നമ്മളിതുപോലെ ഫോണിൽ കേൾപ്പിച്ചു കൊടുത്തപ്പോ അവർക്ക് ഓക്കെ.